റഷ്യയിൽ യാത്രാവിമാനം തകർന്നു വീണു. അങ്കാറ എയർലൈൻസ് വിമാനം ചൈന അതിർത്തിയിലാണ് തകർന്നു വീണത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അമൂർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. 50 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. അക്ഷയ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അക്ഷയ്, എങ്ങനെയാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്? വിവരങ്ങൾ. ഷമി, ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഒരു സൈബീരിയൻ കമ്പനി, വിമാന കമ്പനിയായ അങ്കാര എയർലൈൻസിൻ്റെ യാത്രാ വിമാനം ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നു. AN-24 എന്ന വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. 50 പേരാണ് മൊത്തം ഈ വിമാനത്തിലുണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 43 യാത്രക്കാരും ബാക്കി 7 ക്യാബിൻ ക്രൂ അടക്കമുള്ള ആളുകളുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 6 കുട്ടികളുണ്ടായിരുന്നു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. എന്തായാലും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അമൂർ പ്രദേശത്ത് വെച്ചാണ് ഇത് തകർന്നു വീണിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ടിൻഡ നഗരത്തിലേക്ക്, ഈ അമൂറിനടുത്ത് തന്നെയുള്ള പ്രദേശമാണ് ടിൻഡ നഗരം. ഈ ടിൻഡ നഗരത്തിലേക്കാണ് ഈ വിമാനം പോയത്. ഈ വിമാനം ടിൻഡ നഗരത്തിൽ എത്താനായിട്ട് അല്പസമയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അല്പദൂരം മാത്രം ബാക്കിയുണ്ടായിരുന്ന സമയത്താണ് അമൂർ വനമേഖലയിൽ വെച്ച ഈ വിമാനം തകർന്നതായിട്ട് വിവരം ലഭിക്കുന്നത്. ഈ സമയം അമൂർ വനമേഖലയ്ക്ക് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന സമയം വിമാനവും എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. പൈലറ്റും അതുപോലെ തന്നെ ATC റൂമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ റഡാറിൽ നിന്നും ഈ വിമാനം അപ്രത്യക്ഷമാവുകയായിരുന്നു. ഈ സമയത്താണ് റിക്കവറി ഹെലികോപ്റ്ററുകൾ അടക്കം ഈ വ്യാപകമായിട്ട് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തി ഈ വിമാനത്തിനായിട്ട്. ഇപ്പോൾ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായിട്ടുള്ള സൂചനകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ട് സൂചന വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അമൂർ മേഖലയിൽ തകർന്നു വീണ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന വിവരങ്ങളാണ് ഏറ്റവും അവസാനം പങ്കുവയ്ക്കാനുള്ളത്. 50 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 43 യാത്രക്കാരും 7 ക്യാബിൻ ക്രൂ അടക്കമുള്ള ആളുകളുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഷമ്മി. ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? കാലാവസ്ഥാ പ്രശ്നമാണോ, അതോ സാങ്കേതികമായി വിമാനത്തിനുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ വല്ലതുമാണോ? എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിവരമുണ്ടോ? ഷമി, കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അവസാനമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അല്പസമയം മുമ്പ് മാത്രമാണ് ഈ വിവരം പുറത്തേക്ക് വന്നത്. ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ട് അങ്കാര വിമാനം ഈ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് അല്പസമയം മാത്രം ശേഷിക്കുകയാണ് ഈ അമൂർ വനമേഖലയിൽ വെച്ച് തകർന്നു വീണത്. ഉടൻ തന്നെ ഈ ATC റൂമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ഉടൻ തന്നെ റിക്കവറി ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തിയ സമയത്താണ് ഇങ്ങനെ ഒരു അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നത്. ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കാലാവസ്ഥാ പ്രശ്നമാണോ, മറ്റ് സാങ്കേതിക തകരാറുകളാണോ എന്നതെല്ലാം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വിമാനം തകർന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നടപടികളെല്ലാം ഉടൻ തന്നെ പൂർത്തിയാക്കും. വിമാനത്തിൽ ഇനി ആരെങ്കിലും റഷ്യയിൽ വിമാനം തകർന്നു. അക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.